അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. തിർസത്തു സത്യവിശ്വാസിമാരെ വിശ്വാസിനിമാരെ സഹോദരന്മാരെ സഹോദരിമാരെ അമ്മ ജുസ് ഒരു തഫ്സീർ ಐತಿಕ್ರಿ നങ്ങ മനസ്സിലാക്കി വന്നു. അതിൽ സൂറത്തുൽ ബലദ് തോലുള്ള തഫ്സീർ നങ്ങ ഓൾറെഡി മനസ്സിലാക്കിട്ടേര്. ഇനി സൂറത്തു ഷംസറോ തഫ്സീർ ಐತಿಕ್ರಿ നങ്ങ മനസ്സിലാക്കുമ്പോൾ സൂറത്തു ഷംസ് ഖുർആൻറോ 91-ാമത്തെ സൂറത്ത് ಐತಿಕ್ರಿ. ഇത് മക്കിയായ സൂറത്ത്. മക്കിയായ സൂറത്ത് ചൊന്നിങ്ങെಂದ್ರೆ ಇದಕ್ಕೆ ಮುನ್ನಲ್ಲ അങ്ങ് ചൊന്ന പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമറോ ഹിജ്റക്ക് മുന്നൽ അവതീർണായ സൂറത്ത് മക്കിയായ സൂറത്തും ഹിജ്റൽ പിന്നെ അവതീർണായ സൂറത്ത് ഇത് മദനിയായ സൂറത്തും ഇങ്ങനെ ಐತಿಕ್ರಿ പ്രസിദ്ധമായിട്ടുള്ള അഭിപ്രായമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാണ്. ഈ സൂറത്തിൽ 15 ಐತಿಕ್ರುള്ളൂ. ഈ സൂറത്തുക്ക് സൂറത്തു ഷംസ് ചൊന്നിങ്ങെಂದ್ರೋ സൂര്യ ಚೊಂತ ಐತಿಕ್ರಿ ಅದರ ಅರ್ಥ. അപ്പൊ സൂറത്തു ഷംസ്ക്ക് ഈ ഒരു പേര് ബറു കാരണം എന്ದ್ರೆ അതിൽ 1-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫസ്റ്റ്ക്ക് സൂര്യത്തെ സത്യപിടിച്ചിട്ട് ಐತಿಕ್ರಿ ചൊല്ലറി. അപ്പൊ അത് ಐತಿಕ್ರಿ ഈ സൂറത്തുക്ക് സൂറത്തു ഷംസ് ಅಂತ ചൊಂತು പേര് ಬಂದರು. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها. ഒന്നുറ പിടിച്ചിട്ട് 7 ആയത്ത് തോലുള്ള തഫ്സീർ ಐತಿಕ್ರಿ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഞങ്ങൾ മനസ്സിലാക്കുക ഉദ്ദേശിക്കുന്നു. 1-ാമത്തെ ആയത്ത് വശംസി വദുഹാഹ, സൂര്യരെ സത്യപിടിക്കൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല സന്നരെ എന്താക്കര് സത്യപിടിക്കൽ. വദുഹാഹ ಅದരെ ദുഹാ ടൈമറെ നാ സത്യപിടിക്കൽ. ദുഹാ ടൈം അല്ലെങ്കിൽ ಅದರ പ്രകാശ ബ്രൈറ്റ്നെസ്, അങ്ങനെ രണ്ടർത്ഥത്തിലും ഉലമാക്കന്മാർ വ്യാഖ്യാനാക്കിയതാണ്. ദുഹാ ചൊന്നെങ്കിൽ ഒന്ന് ಅದರ പ്രകാശ അല്ലെങ്കിൽ ദുഹാ ടൈം. ദുഹാ ടൈം ചൊന്നെങ്കിൽ അത് സൂര്യ ഉദിച്ചിട്ട് ഒരു 15 മിനിറ്റിൽ പിന്നെ സ്റ്റാർട്ട് ആവുന്നതും, അതേപോലെ സൂര്യ ആകാശത്തെ നടുകു ബണ്ടേക്ക് തെല്ലുമുന്നുള്ള ടൈം, ഇത് ಐತಿಕ್ರಿ ദുഹാ ടൈം. ആ ദുഹാ ടൈമറെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കറ സത്യപിടിക്കറ. ടോട്ടലി പോണുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഖ്ലൂക്കുമാരെ സത്യപിടിക്കരുത് ಐತಿಕ್ರಿ ഈ ഒരു സൂറത്തിൽ നമുക്ക് കാണാൻ സാധ്യമാണ്. ഇവിടെ നാം മനസ്സിലാക്കൂല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യത്തെ ഒരു വിഷയത്തിൽ സത്യപിടിച്ചിട്ടായെങ്കിൽ അത് ഗൗരവപ്പെട്ടുള്ളേ ഒരു വിഷയ ಐತಿಕ್ರಿ ചൊല്ലോ പോണ്ടേ ചൊല്ലത് ಐತಿಕ್ರಿ. ഒന്നാമത്തേത് ഉലമാക്കന്മാർ നമുക്ക് വിശദീകരിക്കുന്ന ചൊന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒർക്കും കളവ് ചൊല്ലില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നേര് ചൊല്ലറോൺ ಐತಿಕ್ರ. അപ്പൊ അതിരൊട്ടിಗೆ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യപിടിച്ച് ചൊല്ലറുണ്ടെങ്കിൽ അത് യാറ ഗൗരവപ്പെട്ടത് ಐತಿಕ್ರಿ. അതിലും ഒന്നര കാണ യാറ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഖ്ലൂക്കുമാരിൽ ഒന്നര കാണ യാറ വിഷയത്തിൽ സത്യപിടിക്കുക അതിരാണ്ട് യാറ ഗൗരവ ಐತಿಕ್ರ. അപ്പം ഗൗരവ യാറയും പോണ്ടു ചൊല്ലത് ಐತಿಕ್ರಿ. സത്യപിടിക്കരുത് യാറാവുമ്പത്തുകു ഉള്ളേ ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഈ ഒരു വിഷയ ಐತಿಕ್ರಿ. ഏതായെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടെ 1-ാമത്തെ ആയത്തിൽ സൂര്യയുടെ വിഷയ ಐತಿಕ್ರಿ സത്യപിടിക്കൽ. സൂര്യ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അത്ഭുതകരമായിട്ടുള്ള ഒരു മഖ്ലൂക്ക് ಐತಿಕ್ರಿ അല്ലേ, അതൊരു മിറാക്കിൾ ഉണ്ട് ചൊല്ലാം. കാരണം ഈ പ്രപഞ്ചത്തെ നിലനിൽപ്പ് ಅದರ അടിസ്ഥാന സൂര്യ. അതില്ലെങ്കിൽ ഈ പ്രപഞ്ചമേ നിലനിൽക്കില്ല. ഏതൊരു വസ്തും ഞങ്ങൾ ഇപ്പൊ തിന്നുற വസ്തു ഏതൊരു വസ്തു എടുത്തു നോക്കിയെങ്കും അതുക്കൊരു എന്തുണ്ട്, സൂര്യരെ വെയിൽ തട്ടാണ്ടെ ഒരു വസ്തും എന്താവില്ല നിലനിൽക്കില്ല അല്ലേ. ഇപ്പൊ ഉദാഹരണക്ക് ഞങ്ങ എന്താക്കുക വെജിറ്റേബിൾ തിന്നട, ഞങ്ങ ഫ്രൂട്ട്സ് തിന്നറ. അപ്പൊ ഈ ഫ്രൂട്ട്സും ഈ വെജിറ്റേബിളും അല്ല മർത്തില് ആവണുണ്ടായെങ്കിൽ മർത്തിക്ക് സൂര്യരെ ಬೆಲ್ಚೆ ಬೇನು. അത് സൂര്യരെ ಬೆಲ್ಚೆ ಅದರ ಬೆയില് ആ എടുത്തിട്ട് ಐತಿಕ್ರಿ ಅದರ ഫുഡ് ഉണ്ടാക്കറ്. അതേപോലെ ഒരു ഇപ്പൊ ഞങ്ങ ഇറച്ചി തിന്നരെങ്കും അല്ലേ,
ഞങ്ങൾ ഇപ്പോൾ ഒരു ആട് ഇറക്കുക, പയ്യ ഇറക്കുക. അപ്പം ആട് പയ്യെല്ലാം എടുത്തിട്ട് ഞങ്ങൾ അതിൽ ഇറച്ചി തിന്നറല്ലേ, അപ്പം അതുക്കും സൂര്യകേന്ദ്ര ബന്ധമുണ്ട്. പൈ ആട് അത് ജീവിക്കുന്നുണ്ടായി, അത് പുല്ലു തിന്നണ്ടേ. അപ്പം പുല്ലു തിന്നോകു ആ പുല്ലു കേന്ദ്ര വേണു. ആ പുല്ലു ഫുഡ് ആക്കുമ്പോഴത്തേക്കും അത് മർത്ത് അത് ഇത് തിന്നാകുമ്പോഴത്തേക്കും ആ മർത്ത് എന്താ സൂര്യയുടെ ಬೆಲ್ಚ വേണു. അപ്പം ഇങ്ങനെ എല്ലാ ರೀತಿയിലും ഞങ്ങൾ നോക്കണമെങ്കിൽ ഞങ്ങളുടെ ഫുഡ് ആധാര ಅದಕ್ಕೆ സൂര്യയുടെ വെയിൽ അല്ലെങ്കിൽ സൂര്യയുടെ ಬೆಲ್ಚ ഇല്ലെങ്കിൽ സാധ്യമില്ല. അപ്പൊ സൂര്യ ചൊല്றது അത് അത്ഭുതകരമായിട്ടുള്ള ഒരു സൃഷ്ടിപ്പൈത്തിക്കറ്. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം പിടിക്കറ. അതേപോലെ വദുഹാഹ ലുഹാ ടൈം വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം പിടിക്കറ. അതിൽ പിന്നെ രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം പിടിക്കറ വൽ ഖമരി, ഖമർ എന്തിരെ ചന്ദ്ര അല്ലെ മൂൺ, അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം പിടിക്കറ. ഇദാ തലാഹ അത് അതിരെ ഫോളോ ആക്കും. ഏതിരെ ആ സൂര്യരെ ഫോളോ ആക്കരുത് അതിലും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താക്കറ് സത്യം പിടിക്കൽ. അപ്പോൾ ഇവിടെ ചന്ദ്ര ചൊല്ലുന്നതും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഭയങ്കര മിറാക്കിലായി ഭയങ്കര വലിയ അത്ഭുതകരമായിട്ടുള്ള ഒരു സൃഷ്ടിപ്പൈത്തിക്കറ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചന്ദ്രനെ ഉണ്ടാക്കിയത് സൂറത്തുൽ ബഖറിൽ ചൊന്ന പോലെ യസ്അലൂനക അനിൽ ഖംർ, യസ്അലൂനക അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറിൽ ചൊന്ന പോലെ നബിയെ നിങ്ങളൊട്ടിಗೆ ആൽമാർ എന്താക്കുറാറ് ചന്ദ്രയുടെ വിഷയം കേൾക്കുറാറ്. യസ്അലൂനക അനിൽ അഹില്ല അല്ലെ, ചന്ദ്രയുടെ വിഷയം കേൾക്കുറാറ്. കുൽ എന്താ അള്ളാഹു നബിയുടെ ഒട്ടിಗೆ ചൊല്ലറ് യസ്അലൂനക അനിൽ അഹില്ല കുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലറ് മനുഷ്യന്മാർക്ക് കണക്ക് നോക്കുക വേണ്ടിയിട്ട് ഹജ്ജാക്കുക കണക്ക് നോക്കുക വേണ്ടിയിട്ടായിട്ട് ചന്ദ്രൻ ഉണ്ടാക്കിയത്. അപ്പൊ ചന്ദ്ര അതൊരു കണക്ക് നോക്കുന്നതായ ഒരു ബസ്തായിട്ടിക്കറ് കണക്ക് അത് അത് ಅದಕ್ಕೆ ಮಾತ್ರ ಉಂಟಲ್ಲ, ചന്ദ്രത്തിൽ ചൊമ്മ ഉപകാര മനുഷ്യന്മാർക്കുണ്ട്. ആയെങ്ക അതിൽ ഒന്നെന്തിര ഒരു പ്രധാനപ്പെട്ട കാര്യം കണക്ക് നോക്കുന്നതായിട്ടിക്കറ്. ഇണ്ടിപ്പം ഞങ്ങളുടെ കയ്യിൽ വാച്ചും അതേപോലെ ഞങ്ങളുടെ കയ്യിൽ ടൈമെല്ലാം ഉള്ള സബലും ഞങ്ങൾ ചന്ദ്രയുടെ കണക്ക് നോക്കില്ല. മാത്രമാ മുന്നത്തെ കാലത്തിലുള്ള ചന്ദ്രയുടെ നോക്കിയിട്ട് എന്താക്കി ഇന്നാറ് കണക്ക് നോക്കി ഇന്റെ ഏത് നാള് ഇന്റെ എത്രാമത്തെ നാള്. ഇപ്പൊ സാധാരണ ഞങ്ങ എന്താ ചൊല്ലറ അമാവാസ ചൊല്ലറ ഉണ്ണിമേ ചൊല്ലറ. അപ്പൊ ഈ അമാവാസ ഉണ്ണിമല്ല എന്തിര് അമാവാസ ചൊന്ന ചന്ദ്ര ഇല്ലാത്ത ഒരു നാൾ പണ്ട് ചന്ദ്ര ഇല്ലാത്ത ഒരു ജാവ് ഇക്കർ ജാവ് ചിമ്മ അല്ലെ. അമാവാസര ജാവ് ചൊല്ലുമ്പത്തുക്കും മുന്നത്തെ കാലഘട്ടത്തിലുള്ള പേടിച്ചു ഇന്നാർ ആൾമാർ പറത്തിരിയോ. അപ്പ ആ ഒരു സന്ദർഭത്തിലേത്തിക്കറ് യാര എന്തിനാ കള്ളമാർ ഇല്ലതും അതേപോലെ ബാക്കിന്റെ പേടിയല്ല ആൾമാർ പേടിച്ചു. കാരണം ചുമ്മിട്ടിക്കറ് ഇണ്ടിപ്പം ഞങ്ങളെ കാലഘട്ടത്തിൽ ലൈറ്റെല്ലാം ഉള്ള സബಲು ഞങ്ങൾക്ക് അതിലെ ആ ഒരു എന്താ ഉള്ള ഇത് ഫീലിംഗ് പിടിയാവില്ല. അപ്പൊ അങ്ങനെ അത് ആ ചന്ദ്ര ഇല്ലാത്തവർ അതിൽ പിന്നെ ഒന്നൊന്ന് മേലെ പോലെ ഒന്നായിട്ട് രണ്ടായിട്ട് മൂന്നായിട്ട് നാലായിട്ട് അങ്ങനെ ചന്ദ്ര പോണഞ്ചാമത്തെ നാളെത്തുമ്പോൾ അത് ಹುಣ್ಣಿಮೆರ നാൾ അല്ലെ പൂർണ്ണമായ ചന്ദ്രയിട്ട് പണ്ട്. അപ്പൊ ഇങ്ങനെ മുന്നത്തെ കാലത്തിലുള്ള ചന്ദ്രയുടെ കണക്ക് നോക്കി ഇന്നാർ. അതേപോലെ ഇസ്ലാമിക് ക്യാലണ്ടർ ഞങ്ങളത് ചന്ദ്രയുടെ എന്തിനായിട്ടിക്കറ് കണക്കായിട്ടിക്കറ്. അപ്പൊ ഇങ്ങനെ ചന്ദ്രത്തിക്ക് ചൊമ്മ ഒരു എന്തിരെ ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള ഒരു സൃഷ്ടിയായിട്ടിക്കറ് ചൊല്ലത് ഞങ്ങൾക്ക് മനസ്സിലാക്കുക സാധ്യം. അപ്പൊ അതിൽ അത് മാത്രമല്ല അതിലെ നില ഒരു ಬೆಲ್ಚ ആൾമാർക്ക് ഉപകാരപ്പെടുന്നതായിട്ടിക്കറ്. അപ്പൊ അതിലെ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം പിടിക്കറ് വൽ ഖമരി ഇദാ തലാഹ അത് സൂര്യരെ ഫോളോ ആക്കറ്. ചൊന്നെങ്കിൽ സൂര്യ അസ്തമിക്കുമ്പോൾ ചന്ദ്ര മേൽബണ്ട് അതേപോലെ സൂര്യ വരുമ്പത്തുಗೂ ചന്ദ്ര കീഴ്പോണ്ട്. ഇങ്ങനെയല്ല ഞങ്ങൾക്ക് പ്രപഞ്ചത്തിൽ കാണുക സാധ്യ അവർ ഒന്നായിട്ടിക്കറ്. അതിൽ പിന്നെ അള്ളാഹു മൂന്നാമത്തെ ആയത്തിൽ വൻ നഹാരി എന്തിരെ ഇത് പോൽമണ അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം പിടിക്കറ്. ഇദാ ജല്ലാഹ അതതിരെ കാട്ടുறது ഏതിരെ അതിരെ ആ ಬೆಲ್ಚ സൂര്യരെ കാട്ടുறது അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം പിടിക്കറ്. ഇദാ ജല്ലാഹ ചൊന്നെങ്കിൽ അത് അതിരെ എന്താക്കറ് പ്രകാശ കാട്ടുറ് അതിരെ ಬೆಲ್ಚത്തെ അത് കാട്ടുറ് ഏതിരെ സൂര്യരെ ಬೆಲ್ಚത്തെ അത് കാട്ടുറ്. അപ്പൊ നോക്കൂ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പോൽമണത്തെ പ്രത്യേകമായിട്ടുള്ള ഒരു സൃഷ്ടിയായിട്ട് നമുക്ക് പഠിപ്പാട്ടി തന്നത്.
ഇപ്പൊ ഞങ്ങൾ സാധാരണ പേരിക്കുന്നത് സൂര്യ ഇന്നെങ്കല്ലേ ഇത് എന്തൊരു പോൽമണ അവിടെ. അപ്പൊ പോൽമണ ಬೇರೆ സൂര്യ ಬೇರೆமா. அல்லாஹ் சுப்ஹானஹு வ தஆலா குர்ஆன்ல சொல்ற போல்மன அது ஒரு ಬೇರೆ ಸೃಷ್ಟಿ ಐತಿಕ್ ಬೇರೆ ಸೃಷ್ಟಿ ಐತಿಕ್ ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವ ತಆಲಾ ಅದರ ಪರಿಚಯ ಆಕ್ರಿ. സൂര്യ ഇന്നെങ്കിൽ പോൽമണ ഇക്കൊന്നുണ്ടില്ല. പോൽമണ സൂര്യനിൽ നിന്ന് ആവരെങ്കും ബട്ട് സൂര്യ എന്തൊരു പോൽമണത്തിക്ക് എന്തൊരു ಬೇನುಂಟಿಲ್ಲ സൂര്യ ಬೇನುಂಟೇ ಇಲ್ಲ. അല്ലെങ്കിൽ സൂര്യ ഇന്നവിടെ എല്ലാം പോൽമണ ഇക്കൊന്നുണ്ടില്ല. ഈ പോൽമണ ചൊല്றது ഈ ബെൽച്ച ചൊല്றது അത് സൂര്യയുടെ ഒരു റിഫ്ലക്ഷൻ മാത്രം അല്ലേ. ഇപ്പൊ ഭൂമിയിലെ ഇപ്പൊ സയന്റിസ്റ്റുമാരെല്ലാം ചൊല്ற ഭൂമിയിലെ ചൊമ്മ മേൽ പോയെങ്കിൽ സൂര്യരെ കാണ്ട് ബട്ട് അതിരെ എന്ത് അത് പോൽമണ ഇട്ടിക്കില്ല. സൂര്യരെ മേൽ ചൊമ്മ പോയെങ്കിൽ അവിടെ ചിമ്മ ഇട്ടിക്ക്. സ്പേസ് ചൊല്றது ചിമ്മ ഇട്ടിക്ക്. അപ്പൊ അവിടെ എന്ത് സൂര്യ ഇല്ല, സൂര്യ ഉണ്ടു ബട്ട് സൂര്യ ഉല്ലസപ്പോൾ പോൽമണ ഇക്കൊന്നുണ്ടില്ല. പോൽമണ അവിടെ അങ്ങനെ അത് സൂര്യയുടെ ಬೆಲ್ಚ ഭൂമിക്ക് തട്ടിട്ട് അതിൽ റിഫ്ಲೆಕ್ಷನ್ ಐತಿಕ್ರು പോൽമണ. അപ്പൊ അത് കൈറ്റിക്ರು അല്ലാഹു സുബ്ഹാനഹു വ തആല പോൽമണത്തെ ಬೇರೆ ഒരു സൃഷ്ടിയായിട്ട് നമുക്ക് പടിപ്പാട്ടി തന്റെ ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കുന്നായി ഒരു കാര്യം ഇട്ടിക്ರು. അപ്പൊ അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യ പിടിക്കരുത് നമുക്ക് കാണാൻ സാധ്യം. അതേപോലെ വല്ലൈലി ഇദാ യഗ്ഷാഹ വല്ലൈലി ജാവുറെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യ പിടിക്കര. ഇദാ യഗ്ഷാഹ അത് ಅದರ ಮೂಡ್ರೆ ಅವಸ್ಥೆ ಅಲ್ಲೇ ಸೂರ್ಯರೇ അത് മൂടും, സൂര്യരെ അത് പൊതിര് അല്ലെ. ജാവ് ഇങ്ങനെ ಬರುಂಬೊತ್ತಿಗೂ ಅದೇ ಇದು ಪೋಲ್ಮಣ ಇಲ್ಲ ಅಂಟವ್ರೆ. അപ്പൊ സൂര്യ അതിങ്ങനെ മുങ്ങുരെ അതല്ല നമുക്ക് പ്രപഞ്ചത്തിൽ കാണ്ടതായ ഒരു പ്രതിഭാസ എത്തിക്കുക. അപ്പൊ അതിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യ പിടിക്കുക. അതിൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യ പിടിക്കുക വസ്സമാഇ വമാ ബനാഹ. വസ്സമാഇ ആകാശത്തെ സത്യ പിടിക്കുക. വമാ ബനാഹ അതിൽ ഉണ്ടാക്കിയവണു അല്ലെങ്കിൽ അതിൽ ഉണ്ടാക്കിയ രീതി അതിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യ പിടിക്കുക. ആകാശ ചൊല്றதுം അത്ഭുത ഇട്ടിക്ക്. ഞങ്ങൾ കാണ്ട ഈ മിൽക്കി വേ ആകാശ ഇത് എത്രമോ ബല്യുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിക്ക് ഊഹിക്കുകാവാത്തത്ര ബല്യുണ്ട് ഞങ്ങൾ കാണ്ടതാ ഈ ആകാശ അല്ലേ. ഞങ്ങിപ്പോ ജീവിച്ചോല്ല ഈ ഭൂമിയുടെ 13 ലാഖ് ഇരട്ടി 13,000 ഭൂമി വേണു ഒരു സൂര്യരത്ര ബല്യാവനുണ്ടായി. 13 ലാഖ് ഭൂമി വേണു ഒരു സൂര്യരത്ര ബല്യാവനുണ്ടായി. ആ സൂര്യരാണ്ട് 10 ഇരട്ടി ബല്യ എത്രമാ നക്ഷത്രം ഉണ്ട്. ആ നക്ഷത്രമുള്ള ഒരു ചുറ്റ പോലെ ഒരു ഡോട്ട് ഇട്ട പോലെ ആകാശത്തിൽ നമുക്ക് കാണും. അപ്പൊ ആകാശത്ര ബല്ലിക്കും അത് നമുക്ക് കാൽച്ചനാക്കുകാവാത്ത വിഷയത്തിക്ക്. അപ്പൊ അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യ പിടിച്ചിട്ട് അത് ഉണ്ടാക്കിയ രീതിയെ സത്യ പിടിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത്. അതിൽ പിന്നെ അല്ലാഹു ചൊല്ല വൽ അർളി വമാ ത്വഹാഹ. വൽ അർളി ഭൂമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യ പിടിക്കരുത്. വമാ ത്വഹാഹ അതിരെ ആ പർത്യതായ രീതി അല്ലെങ്കിൽ അതിരെ പർത്യവനായ അള്ളാഹു അവനൈത്തിക്കര സത്യം അല്ലേ. അപ്പൊ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്ച്വലി ഭൂമി ಅಂದ್ರೆ ಗೋಲೈತಿಕ್ಕರು. അതിരെ നമുക്ക് ഫീൽ അവിടെ അങ്ങനെ അത് ഒരു പറഞ്ഞ പോലെ ഇട്ടിക്കർ, ഒരു ബിരിച്ചിട്ട പോലെ ഇട്ടിക്കർ അല്ലേ. ആൾമാർക്ക് ചന്ത നടക്കുകയും ദയിക്കുകയും കിടക്കുകയും എന്തും ഒരു തടസ്സ ഇല്ലാണ്ട് ആ ഭൂമിയിൽ ജീവിക്കുക അവരുതായ ഒരു അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർക്ക് ഉണ്ടാക്കിയ. അപ്പൊ ഇതിലെ ഇത്ര പോണെന്ന് ബസ്ത്ര അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യ പിടിച്ച് പിന്നെ ചൊല്ലറെ ഇല്ല. പിന്നൊരായത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യ പിടിക്കരെ വനഫ്സിൻ വമാ സവ്വാഹ. വനഫ്സിൻ നഫ്സിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യ പിടിക്കരെ. നഫ്സ് ചൊല്ലുമ്പോഴത്തേക്കു സാധാരണ നഗബിരിക്കിற റൂഹ് അല്ല ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യ പിടിക്കരെ ഞങ്ങളെ കൽബറേറ്റിക്കർ ഇവിടെ ഉദ്ദേശിക്കുക നഫ്സ്. ആ നഫ്സ് എവിടുള്ള ചൊല്ലുற വിഷയത്തിൽ ഉലമാക്കന്മാരുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞങ്ങളെ തടിയിലുള്ള നഫ്സ് എവിടെ ഉണ്ടു ചൊല്ലുறது ആർക്കും പിടില്ല. അതിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. അങ്ങനെ കുറെ ഉലമാക്കന്മാർ ചൊല്ലുறது നഫ്സ് ചൊല്ലുறது കൽബുക്ക് ബന്ധപ്പെട്ടതേറ്റിക്കർ ഞങ്ങളെ ഹൃദയത്തുക്ക് ബന്ധപ്പെട്ടതേറ്റിക്കർ. അപ്പൊ നഫ്സ് കൽബ് അതേറ്റിക്കർ ആ നഫ്സിന്റെ വിഷയത്തിലേറ്റിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സത്യ പിടിക്കരെ. വമാ സവ്വാഹ അതിരെ ഉണ്ടാക്കിയവനായി അല്ലെങ്കിൽ അതിരെ സമപ്പെടുത്തിയതായി അതിരെ സമപ്പെടുത്തിയവനായി അള്ളാഹു ഇട്ടിക്കർ അല്ലെങ്കിൽ അതിരെ സമപ്പെടുത്തിയ രീതി അതിർದ ಇಟ್ಟಿಕರ್ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കരെ സത്യ പിടിക്കരെ. അപ്പൊ ഇതേറ്റിക്കർ അള്ളാഹു പോണുന്നു ബസ്തരെ സത്യ പിടിച്ചിട്ടേൽ പിന്നെ
ಕೊರಿಯ ವಿಷಯ ಗೌರವಪಟ್ಟ ವಿಷಯ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ತಾಲ ചൊല്ലതുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു താല അവൻ്റെ ഖുർആന്റെ വിഷയത്തിൽ കൃത്യമായിട്ട് പഠിക്കുകയും അതിൽ കിട്ടതായ ഇൽമ് ഉൾക്കൊണ്ടിട്ടു ജീവിക്കുക നമുക്കെല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.